എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്സിനിടയിലെ വായ കൊണ്ടുള്ള ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. സെക്സിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് വായ കൊണ്ടുള്ള ഉപയോഗങ്ങൾ അഥവാ വായ കൊണ്ടുള്ള ഉത്തേജനം. ഇത് പങ്കാളിയെ ഏറെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. വായ കൊണ്ടുള്ള രീതി കൂടുതലായും ഉപയോഗിക്കുന്നത് ഓറൽ സെക്സിലായിരിക്കും. എങ്കിലും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ തന്റെ പങ്കാളിക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ലൈംഗിക രോഗങ്ങളോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ മറ്റോ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ വായ കൊണ്ടുള്ള രീതി ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം. കാരണം പെട്ടെന്ന് തന്നെ പടരാൻ അഥവാ പങ്കാളിക്ക് കൂടി പകരാനിട സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വായ കൊണ്ട് ഒരിക്കലും തുടക്കത്തിൽ തന്നെ സെക്ഷൽ റിലേഷനായി ഒരുങ്ങരുത്. വായ കൊണ്ടുള്ള രീതി മധ്യത്തിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അഥവാ പറയുകയാണെങ്കിൽ തുടക്കത്തിലെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടായിരിക്കണം വികാരം എഴുതേണ്ടത്. അടുത്തതായി നിങ്ങളുടെ സ്പർശനത്തിലൂടെ പ്രകമ്പനം കൊള്ളിച്ചതിന് ശേഷം മാത്രമേ വായ കൊണ്ടും നാവ് കൊണ്ടും ഉപയോഗിക്കാവൂ എന്ന്. എങ്കിലേ ശരിയായ സുഖം നിങ്ങളുടെ പങ്കാളിക്ക് ലഭ്യമാവുകയുള്ളൂ. വായ കൊണ്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പല്ലുകൊണ്ടുള്ള ക്ഷതമേൽക്കുവാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചുണ്ടുകൾ തമ്മിലുള്ള കടിയായിരിക്കും ഏറെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ പങ്കാളി. അതുപോലെ നിങ്ങളുടെ പങ്കാളിയോട് ചോദിച്ചറിയുക, ഹാർഡായിട്ടുള്ള കടിയാണോ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ മൃദുവായിട്ടുള്ള ചുംബനങ്ങളും മൃദുവായുള്ള കടിയുമാണോ ഇഷ്ടപ്പെടുന്നതെന്ന്. പല പല സ്ത്രീ പുരുഷന്മാർ പല രീതിയിലായിരിക്കും ഇഷ്ടപ്പെടുക. നിങ്ങളുടെ പങ്കാളിയുടേത് ഏതെന്ന് നിങ്ങൾക്ക് തന്നെ ചോദിച്ചറിയാം. 90% സ്ത്രീകളും ഇഷ്ടപ്പെടുന്നത് ചുണ്ടുകൾ കൊണ്ടുള്ള രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഏറെ എക്കിളിപ്പെടുത്തുന്നതുമാണ്. അതിനാൽ നിങ്ങളുടെ പങ്കാളിയെ തഴുകി തലോടുന്ന സമയത്ത് ചുണ്ടുകൾ കൊണ്ട് മാത്രം കടിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ തന്നെ വായ കൊണ്ടുള്ള രീതി ഉപേക്ഷിക്കുക. മൂർധാവിൽ അഥവാ നിങ്ങളുടെ സെക്സ് ഫീലിംഗ് ഉത്തേജനത്തിന്റെ കൊടുമുടി താണ്ടുമ്പോൾ മാത്രം വായ കൊണ്ടുള്ള രീതി ഉപയോഗിക്കുക. ഇത് നിങ്ങളുടെ പങ്കാളിയെ ഏറെ ആവേശം കൊള്ളിക്കുന്ന കാര്യമായിരിക്കും. അതുപോലെ പുരുഷന്മാരാണ് ഈ രീതി പെട്ടെന്ന് സ്വീകരിക്കാറുള്ളത്. എന്നാൽ പുരുഷന്മാർക്കും തൻ്റെ സ്ത്രീ ഇത്തരം രീതി സ്വീകരിക്കുന്നത് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് സ്ത്രീകൾ തിരിച്ച് തൻ്റെ പുരുഷനെ പ്രകമ്പനം കൊള്ളിക്കുന്നതും പുരുഷന്മാർ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.